നമസ്കാരം. അപ്പോൾ ഞാൻ ഭാരതി എയർടെല്ലിലുള്ള എൻട്രിയാണ് ഇന്നത്തെ എൻട്രി. ഇന്നത്തെ ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12/9/2025. അപ്പോൾ ഒന്ന് ഭാരതി എയർടെല്ലിലുള്ള എൻട്രി ഞാൻ ഈ സ്ഥിരം നമുക്കൊരു എൻട്രി സെറ്റപ്പ് ഉണ്ട്. ആ എൻട്രി സെറ്റപ്പ് വരെ വെയിറ്റ് ചെയ്യുക. അത് നമുക്കൊരു ഏകദേശം 1:3 റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് ലഭിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഇടയിൽ നമ്മുടെ കാര്യം കൂടി ആഡ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എന്തായിരുന്നു ഇന്ന് കാരണം, എന്താ ട്രേഡ് എടുക്കാനുള്ള കാരണം, എന്തുകൊണ്ട് ടാർഗറ്റ് എന്തുകൊണ്ട് അവിടെ വയ്ക്കാനുള്ള കാരണങ്ങളൊക്കെ ഞാനെന്ത് വെച്ചിട്ട് ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വേണ്ടൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥിരം ഒരു ട്രേഡർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ട്രേഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമ തന്നെയാണ്. അപ്പോൾ യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൺഫ്യൂഷൻ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് രണ്ട് വ്യൂ ആണ് ഉള്ളത്. നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിലുള്ളൊരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ നിന്ന് നമുക്കൊരു കറക്ഷൻ, അവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് താഴത്തേക്ക്. അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്ന് നമുക്ക് ഇവിടെ നിന്ന് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇങ്ങനെ വ്യൂ ഉണ്ടാവുക, ഇങ്ങനെ ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ SL വെച്ചുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ഏകദേശം ഈ ഒരു 1:2 എന്ന റേഞ്ചിലൊക്കെ നമുക്ക് 1:3 എന്ന റേഞ്ചിൽ നമുക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ ലെവൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഏകദേശം ഇന്ന് ശരിക്കും ഭയങ്കര കൺസോളിഡേഷൻ മാർക്കറ്റ് തന്നെയാണ്, ഒരു കൺഫ്യൂഷൻ മാർക്കറ്റ് തന്നെയാണ്. വലിയ മൂവ്മെൻറ്റ് ഫസ്റ്റ് നമുക്കൊരു ഈ ഒരു ടാർഗറ്റ് 900 ടാർഗറ്റും, അതിൽ സെക്കൻഡ് ടാർഗറ്റ് 909, അതുപോലെ 900 റേഞ്ച് 901 റേഞ്ചൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡ് ടാർഗറ്റായിട്ട് വെക്കേണ്ടത്. അപ്പോൾ എന്തായാലും നോക്കാം, എന്തായാലും ഹോൾഡ് ചെയ്യുക. ഏകദേശം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഇതിന് റീസൺ ഇത് മാത്രമേ ഉള്ളൂ. ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് അവിടെ നിന്നൊരു നമുക്കൊരു കൺഫർമേഷൻ കഴിഞ്ഞു. അതിന് ശേഷമുള്ള ഒരു റീടെസ്റ്റിലാണ് എൻട്രി ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 900 റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി അതല്ല ട്രയൽ ചെയ്യണമെങ്കിൽ ട്രയൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ക്ഷമയോടെ ഇരിക്കുക. നമ്മുടെ എൻട്രീസ് വരും, എല്ലാ ദിവസവും നമുക്ക് എൻട്രീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ക്ഷമയോടെ ഇരിക്കുക, നല്ലൊരു വ്യൂ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കണം എന്നുള്ളതൊന്നുമല്ല. ശരിക്കും ഒരു 9:30 മുതൽ 3:30 വരെ ടൈം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല എൻട്രീസ് വരും. അത് നല്ല രീതിയിൽ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു 1:3 വരെ റേഞ്ചൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള എൻട്രീസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവ് മാർക്കറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാനുള്ള കാരണം, പിന്നെ ടാർഗറ്റ് എന്തുകൊണ്ട് 1901 സെക്കൻഡ് ടാർഗറ്റായിട്ട് വയ്ക്കാൻ കാരണം, ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഈ സ്വിങ് എന്നുള്ള രീതിയിൽ 1908 1909 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ അത് ഏകദേശം 1:2 ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 1:3 റേഞ്ചാണ്, ഏകദേശം 6 to 4 റേഞ്ചാണ് 1902 എന്ന് പറയണത്, 1901 എന്ന് പറയുന്ന റേഞ്ച് കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ട് ഞാൻ എടുക്കാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇത് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ, അത് കഴിഞ്ഞ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് തന്നെയായിരുന്നു. ഈ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, അപ്സൈഡിക്കുള്ള മൂവ്മെൻറ്റ് ഒരു കറക്ഷൻ ആയിരുന്നു. ആ കറക്ഷനിൽ നിന്ന് 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയൊരു റിവേഴ്സലാണ് സംഭവിച്ചത്. ആ റിവേഴ്സലാണ് നമ്മൾ റീടെസ്റ്റ് ആയിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കുകയും പിന്നെ അതുപോലെ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഇത് വയ്ക്കാനും കാരണം ഇതൊരു ഈ ഹൈയിൻ്റെ, അതായത് ഈ ഹൈയിൻ്റെ ലോ എടുത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഹൈ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ, കൂടുതൽ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ, അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ത്രൂ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ സപ്പോർട്ടും അതുപോലെ കൂടെ ഇരുന്ന് ട്രേഡ് എടുക്കാനുള്ള സപ്പോർട്ട് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.